कॉकरोच जनता पार्टी का अब आगे का एजेंडा क्या है, कॉकरोच जनता पार्टी आगे जाकर क्या करने वाली है। तो मुझे आप सभी लोगों को बताते हुए खुशी हो रही थी कि कई सारे लोग हमें मैसेजेस कर रहे थे, मैसेजेस कमेंट्स पर पूछ रहे थे कि आगे क्या करोगे, आगे क्या करोगे। तो उस पर हम एक अनाउंसमेंट करने जा रहे हैं। सितंबर के महीने में कॉकरोच जनता पार्टी एक नेशन वाइड कैंपेन शुरू करने जा रही है। ये एक तरीके का नेशन वाइड टूर होगा हमारा। इस कैंपेन का नाम होगा क्या बोलती पब्लिक, क्योंकि अभी जो ज़रूरत है वो पब्लिक की बात होने का ज़रूरत है। पब्लिक को अपनी बात रखनी पड़ेगी, पब्लिक की आवाज़ सुनने का वक्त आ चुका है अब। और अगर आप पब्लिक की आवाज़ नहीं सुनोगे तो पब्लिक ये सड़कों पर उतरेगी। तो इसलिए हमने जो डिसाइड किया है, क्योंकि हम वो गलती दोहराना नहीं चाहते जो आज तक इन बाकी लोगों ने दोहराई है। जंतर मंतर का जो हमारा एक्सपीरियंस रहा है, जो हमें समझ में आया है, वो ये रहा है कि इन लोगों का जो कोर फ्रस्ट्रेशन है, ये जो जेनजी है, इनका कोर फ्रस्ट्रेशन ये है कि इन लोगों को डिसमिस किया जाता है, इन लोगों को इग्नोर किया जाता है, इन लोगों से कोई बात नहीं करता, इन लोगों से कोई पूछता नहीं है कि आपकी एक्सपेक्टेशंस क्या है, आपकी प्रॉब्लम्स क्या है, आपके सपने क्या है, इस देश को लेकर आपकी क्या उम्मीदें हैं, क्या होप्स है, ये कोई पूछता नहीं। तो हम वो गलती दोहराना नहीं चाहते। हम चाहते हैं क्योंकि इस देश की 60% पॉपुलेशन जो है वो अंडर द एज ऑफ 35 है, 65% पॉपुलेशन जो है वो अंडर द एज ऑफ 35 है। यही लोग हैं जो आगे जाकर इस देश का भविष्य है, यही लोग हैं जो आगे जाकर इस देश को चलाने वाले हैं, यही लोग हैं जो आगे जाकर इस देश को आगे बढ़ाएंगे। तो जो लोग आगे जाकर देश का भविष्य है, उन लोगों को इग्नोर करके, उन लोगों से बिना बात किए, उन लोगों से बिना एंगेज किए आप कैसे कोई पॉलिटिकल डिसीजन ले सकते हो, आप कैसे कोई पॉलिसी डिसीजन ले सकते हो, आप कैसे कोई पार्लियामेंट हो या इलेक्शन हो वहाँ पर डिस्कशन कर सकते हो। तो हम जो करना चाहते हैं वो करना चाहते हैं इन लोगों से स्टेक होल्डर कंसल्टेशन, बिकॉज दे आर द बिगेस्ट स्टेक होल्डर इन इंडिया राइट नाउ। फ्यूचर उनका दाव पर है, जिंदगी उनकी दाव पर है। तो कॉकरोच जनता पार्टी इन सभी पूरे देश भर में घूमेगी, इन सभी लोगों से बातचीत करेगी, समझेगी इनके मुद्दे क्या है, इनकी क्या एक्सपेक्टेशंस है। കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ കൺവീനർ അഭിജിത് ദീപ്കയുടെ ഒരു വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കോക്രോച്ച് കോൺക്ലേവ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ 2 ദിവസമായി ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചർച്ച, അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച വാക്കുകൾ വളരെ കൃത്യമാണ്. സംഘ് പരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും എല്ലാ പ്രതീക്ഷകളും എല്ലാ പ്ലാനുകളും താളം തെറ്റുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു. ഇന്ന് മുംബൈയിൽ RSSൻ്റെ മോഹൻ ഭാഗവത് ഇന്ന് മുംബൈയിൽ ജൻസികളുമായിട്ട് ഒരു ചർച്ച നടത്തി. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ നടത്തിയ പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി നടത്തിയതാണ്. എന്നിരുന്നാലും ഇന്നിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ തീരുമാനങ്ങൾ എന്താണ്, ഭാവി പരിപാടി എന്നതിൽ ചില തീരുമാനങ്ങൾ പറഞ്ഞിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സെപ്റ്റംബർ മുതൽ രാജ്യമൊട്ടുക്കെ ഒരു പര്യടനം, ഒരു ടൂറ് അവർ സംഘടിപ്പിക്കുകയാണ്. അതിൽ അവരുടെ ക്യാമ്പയിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ഒരു പര്യടനം. ഇത് ഇവിടെ പറയുമ്പോൾ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംഘമാണ്, ഒരു കൂട്ടായ്മയാണ്. രാഷ്ട്രീയത്തിലേക്കില്ല, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങളില്ല എന്നവർ പറയുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂകളിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയ ആ നിമിഷത്തിൽ ഇവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വിദ്യാഭ്യാസ മേഖലയായിരുന്നു. രണ്ടാമത്തെ കാര്യം രാജ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ബർക്കാദത്തയുമായിട്ടാണോ അല്ലെങ്കിൽ ANAയുമായിട്ടാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്താണെങ്കിലും ഒരു അഭിമുഖം അഭിജിത് ദീപ്കെ നൽകിയ ഒരു പോഡ്കാസ്റ്റ്, ആ പോഡ്കാസ്റ്റിൽ അഭിജിത് ദീപ്കയോട് ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാവാകാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ കൃത്യമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല. എന്തുകൊണ്ടെന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനോട് ഒരു രീതിയിലുമുള്ള ഒരു ഫലവുമില്ല അതിന്.
കാരണം അദ്ദേഹം പറയുന്നുണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ വോട്ടുകൾ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം ജനങ്ങൾ വിധിയെഴുതുന്ന വിധിയെഴുത്തല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലമായിട്ട് പുറത്തേക്ക് വിടുന്നത്. അത്തരത്തിൽ ജനവിധി ഫലമായി പ്രതിഫലിക്കാത്ത കാലത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നതുകൊണ്ട് എന്ത് കാര്യമാണത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ സൂചന നൽകുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതായിരുന്നു രാജ്യത്തെ സർക്കാർ, അതായിരുന്നു രീതി അല്ലേ? ഇന്ന് രാജ്യത്തെ സർക്കാർ തീരുമാനിക്കുകയാണ് ആരാണ് വോട്ട് ചെയ്യേണ്ടവർ, ആരൊക്കെയാണ് വോട്ടർമാർ എന്ന് രാജ്യത്തെ സർക്കാർ തീരുമാനിക്കുകയാണ്. രാജ്യത്തെ സർക്കാർ ആരൊക്കെയാണ് വോട്ടർമാർ എന്ന് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല, SIR ശേഷം നമ്മൾ ബീഹാറിൽ കണ്ടത്, ബീഹാറിലെ പോളിംഗ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ പുറത്ത് വിട്ടപ്പോൾ ബീഹാറിലെ ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതായത് SIR ശേഷമുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായതിനേക്കാൾ അധികം ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 106% ആളുകൾ. അപ്പോൾ അതിന് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്തായിരുന്നു അത്? SIR ശേഷവും വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളുടെ പേര് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം 106% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായ ആളുകൾ എത്രയാ? അപ്പോൾ അതേ ബീഹാറിൽ നിന്ന് 56 ലക്ഷം 60 ലക്ഷത്തോളം ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇപ്പോൾ ഇത്രയൊക്കെ ആളുകൾ പുറത്തായിട്ടും 106% ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കണക്കിൽ ഒരു വലിയ പൊരുത്തക്കേടില്ലേ? ഇത് അവിടെ മാത്രമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഉച്ചക്ക് 12:30 മണി വരെ, അതായത് 1, 2, 3, 4, 5, 6, 7 റൗണ്ടുകൾ പൂർത്തീകരിക്കുമ്പോൾ UPയിലെ വാരാണസിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച നരേന്ദ്രമോദി 1,00,000 വോട്ടുകൾക്ക് പിന്നിലായിരുന്നു. ഉടനടി സൈറ്റ് ബ്ലോക്ക് ആകുന്നു. 2 മണിക്കൂറുകൾക്ക് ശേഷം സൈറ്റ് വീണ്ടും റീഓപ്പൺ ആകുന്നു. നോക്കുമ്പോൾ 1,50,000 വോട്ടുകൾക്ക് നരേന്ദ്രമോദി വിജയിച്ചതായിട്ട് അന്തിമ റിസൾട്ടും കാണുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ പ്രതിപക്ഷത്തെ നമ്മളെല്ലാവരും കുറ്റം പറയും, എല്ലാവരും ആദ്യം മേടുകാരയ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് എന്താ കാര്യം? രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാ. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്ന കാലത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? ഇത് മാത്രമല്ലല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റയും ആർക്കും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 40 ദിവസം വരെ ഇവരുടെ കയ്യിൽ വളരെ സ്വകാര്യമായിട്ട് സംരക്ഷിക്കുകയും 40 ദിവസം കഴിഞ്ഞ ഉടനെ ഇതൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബംഗാളിൽ നമ്മൾ കണ്ടു. ബംഗാളിൽ എന്താ നമ്മൾ കണ്ടത്? ബംഗാളിൽ 4000-ലധികം വോട്ടിംഗ് മെഷീനുകൾ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേക്ക് ആദ്യമായി, ബംഗാളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലേക്ക് എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച 4000-ലധികം വോട്ടിംഗ് മെഷീനുകൾ സ്വമേധയാ തീ കത്തി നശിച്ചു. ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സംഘ് പരിവാറിനെയും BJPയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും RSSനെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഇത് വിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഇത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ, കാരണം അവർ പറഞ്ഞ അവരുടെ എന്താ പറയേണ്ടത്, ഈ പറയുന്ന അവരുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിലെ വളരെ സുപ്രധാനമായ 1, 2, 3, 4, 5, 6 എന്ന് ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ നിരന്തരമായി പറയുന്നുണ്ട്. ആ പർച്ചേസ് ചെയ്യപ്പെട്ടത് കാരണം ഒരേ ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പോലും വളരെ കൂളായിട്ട് പരസ്യമായിട്ട് അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പം നിങ്ങൾ കരുതും, ഇപ്പം ഇന്നലെ
ഒരു 2 ഉപതെരഞ്ഞെടുപ്പുകൾ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നു. അതിൽ 2 BJP പരാജയപ്പെട്ടു. അതിലൊന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ രാജിവെച്ച സീറ്റിൽ അവിടെ BJPയുടെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അവിടെ പ്രശാന്ത് കിഷോർ വിജയിക്കുന്നു. വളരെ കൃത്യമാണ്. ഇനി വരാനുള്ളത് UP നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അടുത്തതായിട്ട് രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് UP നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് 2027 ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ എന്താകും സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് BJP ഒരു ഇടപെടലുകളും നടത്താതെ വളരെ കാഷ്വലായിട്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ. അതിൽ നിന്ന് BJPക്ക് ഒരു കാര്യം മനസ്സിലായി. രാജ്യത്ത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും എന്നുള്ളത് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അവരെന്ത് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും കൃത്യമായി അവരെടുത്തുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ജനങ്ങളോട് എന്താ പറയുക, കാര്യങ്ങൾ പറയാം, ജനങ്ങളുടെ മുന്നിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാം, തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നൊക്കെ നമുക്ക് പ്രത്യാശ വേണമെങ്കിൽ എന്ത് വേണം? തെരഞ്ഞെടുപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കണം. അത് നടക്കാത്ത കാലത്തോളം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് CJPയുടെ ബോധ്യമാണ്. അതിപ്പോൾ നിലവിൽ നാട്ടിലുള്ള രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ആ ബോധ്യമുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ഇത് വേറെ വഴികളില്ല. കാരണം ഞങ്ങളാരും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ട് കാര്യമില്ലല്ലോ. ഒരു ഈസി വാക്ക് ഓവർ BJPക്ക് നൽകിയത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ മത്സരിക്കുകയല്ലാതെ വേറെ വഴികളുമില്ല. വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് സംഘ് പരിവാർ രാജ്യത്തെ സിസ്റ്റത്തെ വിലക്ക് വാങ്ങിയത്, പ്രധാനമന്ത്രി കസേരയെ വിലക്ക് വാങ്ങിയത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്ക് വാങ്ങിയത്, രാജ്യത്തെ നിയമവ്യവസ്ഥയെ വിലക്ക് വാങ്ങിയത്. ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MP രാജ്യസഭയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാജ്യത്തെ കോടതികളിൽ നിയമിക്കപ്പെടുന്ന ജസ്റ്റിസുമാർ അവരിൽ ഭൂരിഭാഗവും RSSുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചാണ് നിയമിക്കുന്നത് എന്ന്. ഇത് ഇന്ന് രാജ്യസഭയിൽ ഒരു MP പറഞ്ഞ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാമെന്ന് ആരും കരുതേണ്ട. അത് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമാകണം. അതാകൂല. കാരണം എന്താ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാൻ കസേരയിൽ ഇരിക്കുന്ന ആ വ്യക്തി ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഭൂമി ഇടപാടുകളിൽ കൊള്ള നടത്തിയ വ്യക്തിയാണെന്ന് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സുതാര്യത നമ്മൾ ആഗ്രഹിച്ചാൽ അത് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കരുതരുത്. അങ്ങനെ കരുതിയാൽ നമ്മളാണ് വിഡ്ഢികൾ. മനസ്സിലായില്ലേ? അപ്പോൾ CJPയുടെ അടുത്ത മൂവ്മെൻറ്റ്, കാരണം രാജ്യത്തെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഇറങ്ങിയാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ ഇറങ്ങി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കാതിരിക്കാൻ പല വഴികൾ ആലോചിച്ചു. എന്തിന്? ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റം വരെ ചർച്ചയാക്കി. മന്ത്രിയെ രാജിവെപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെച്ചുമാറ്റം അതുവരെ അവസാന പരിഗണനയിലുണ്ടായിരുന്നു. അതും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോഴാണ് ഇതൊക്കെ നടന്നതെങ്കിൽ രാജ്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ രാജ്യത്തെ യുവജനങ്ങൾ ഇറങ്ങിയേ മതിയാകുകയുള്ളൂ എന്നുള്ളതാണ്.